ആ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ലേ? അങ്ങനത്തെ ഒരു കിടിലൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു റൈസുമായിട്ടാണ് ഇന്നത്തെ എൻ്റെ വരവ്. ആള് കുറച്ച് പുറത്തുള്ള ആളാണ് കേട്ടോ. രാജസ്ഥാനി ഘട്ടി കി പുലാവ് ആണ് ഇന്നത്തെ റെസിപ്പി. വളരെ ടേസ്റ്റാണ്, എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പം നമുക്ക് ഈ വെറൈറ്റി റൈസ് ഒന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഘട്ടയാണ് ഉണ്ടാക്കേണ്ടത്. 1 കപ്പ് കടലമാവ് നമുക്ക് എടുത്തിട്ട് ഇട്ട് കൊടുക്കാം ഒരു പാത്രത്തിലേക്ക്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണോളം കാരം സീഡ്സ്, നമ്മുടെ അജ്വൈനാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണിനേക്കാൾ താഴെ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ, 1-1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഇനി ഇതിനെ നന്നായി കൈകൊണ്ട് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് യോജിപ്പിച്ചെടുക്കുക. രാജസ്ഥാനികളുടെ ഇത് വെച്ചിട്ടുള്ള കറീസും ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കുക. ഒരുപാട് ടൈറ്റുമല്ല, ഒരുപാട് ഇതും അല്ലാത്ത രീതിയിലൊന്ന് കുഴച്ചെടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ഒരുപാട് വെള്ളം ആവേണ്ട ആവശ്യമില്ല. വെള്ളം തളിച്ച് കുഴക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇതാ നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണയും കൂടി ആക്കിയിട്ട് നമുക്കിതേമാതിരി ഒന്ന് ആക്കി ഒരു 10 മിനിറ്റ് അടച്ച് വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്കിതെടുക്കാം. എടുത്തിട്ട് ഇതിനെ ചെറിയ പീസുകളാക്കിയിട്ട് നമ്മൾ ഈ ഹോട്ട് ഡോഗിൻ്റെയോ അതല്ല എങ്കിൽ നിങ്ങൾ സോസേജിൻ്റെയൊക്കെ വലിപ്പത്തിൽ കാണുന്നില്ലേ, അതുമാതിരിയുള്ള നിങ്ങളുടെ വലിപ്പത്തിലുള്ള ഒരു നീളത്തിൽ ഇതുപോലെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുക. കണ്ടോ, കയ്യിലൊന്നും ഇങ്ങനെയൊക്കെ മുട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ബാക്കിയുള്ള എല്ലാ പീസസും ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അതിനായിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രത്തിൽ നല്ലോണം വെള്ളം വെച്ച് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഈ ഗട്ടയുടെ പീസസ് ഇട്ട് കൊടുക്കാം. തിളച്ച് തുടങ്ങുന്ന വെള്ളത്തിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ കേട്ടോ. തണുത്ത വെള്ളത്തിൽ ഒരിക്കലും ഇടരുത്. ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിനെ ഒരുപാട് ഇട്ട് ഇളക്കേണ്ട ആവശ്യമില്ല, അത് പൊട്ടിപ്പോവും. ഇത് തനിയെ തന്നെ വെന്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് പൊന്തി വരുന്നത് കാണാം. കണ്ടോ, ഇത് ഇങ്ങനെ തന്നെ മുകളിലേക്ക് പൊങ്ങി വരും. അതിൽ പുറത്തൊരു ചെറിയൊരു എന്താ പറയുക, ബബിൾസ് പോലെയൊക്കെ വരാൻ തുടങ്ങും. ഇപ്പോൾ ഇത് ആയിട്ടുണ്ട്. നമുക്കിത് വാങ്ങിയെടുക്കാം. ഇതിനധികം സമയമൊന്നും വേണ്ട, 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ നടക്കും. ഞാൻ ഇതിനെ എടുത്ത് കട്ട് ചെയ്തിട്ട് ചെറിയ പീസുകളായിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള വലിപ്പത്തിന്, ഞാൻ ഒരുപാട് തിക്കുമല്ല ഒരുപാട് തിന്നുമല്ല, ഒരു സോസേജിൻ്റെക്കാൾ കുറച്ചും കൂടി ഒരു കഴിക്കാനുള്ളൊരു പീസിൻ്റെ വലിപ്പത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗട്ടയൊക്കെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇതുകൊണ്ട് തന്നെ ഈ ഗട്ട കൊണ്ട് കറികളുണ്ട്. ഇത് വേണമെങ്കിൽ സബ്ജിയായി കഴിക്കാം. ഇത് വെറുതെ തിന്നാനും സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിത് ഇതുപോലെ ഇതിനെ ഒന്ന് വറുത്തെടുക്കാം. നല്ലോണം ചൂടായ എണ്ണയിലേക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒരുപാട് ലോ ഫ്ലെയിമിൽ വെക്കരുത്, എണ്ണ കുടിക്കും. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ വെച്ച് വറക്കുമ്പോൾ ഒട്ടും എണ്ണ കുടിക്കാതെ തന്നെ വന്നു കേട്ടോ. ചില ആൾക്കാർ ഈ കടലമാവ് കുഴക്കുന്ന സമയത്ത് തൈര് ചേർത്തി കുഴക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് അതെന്തോ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് സോഫ്റ്റായി പോയ മാതിരി തോന്നി. അതുകൊണ്ടാണ് ഇത് വെള്ളം ഒഴിച്ച് കുഴച്ചത് കേട്ടോ. ഇപ്പോൾ ഇതാ റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടേത്. ഏകദേശം ഒരു പീസ് എടുത്തിട്ട് കഴിച്ച് നോക്കുമ്പോൾ നല്ല ക്രിസ്പിയും ഇതുമായിട്ടുണ്ടെങ്കിൽ നമുക്കിത് വാങ്ങിക്കാം. ഇതാ ഞാൻ ഇതൊക്കെ വാങ്ങിയെടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ഇതിവിടെ വാങ്ങി വെക്കുമ്പോഴേക്കും തന്നെ ഇത് പുലാവിനൊന്നും കിട്ടില്ല. ഇതല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. കുട്ടികൾ ഇതിങ്ങനെ തന്നെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് പുലാവിനുള്ള മസാലയാണ് വേണ്ടത്. അതിനായിട്ടൊരു വലിയൊരു പീസ് ഇഞ്ചി, ഒരു 8 വെളുത്തുള്ളിയുടെ അല്ലി, 3 പച്ചമുളക്, കുറച്ച് മല്ലിയില, നല്ലോണം ഒരു പിടി മല്ലിയില ഉള്ള ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളകും, 1 ടീസ്പൂണോളം പെരിഞ്ജീരകം, 1 ടീസ്പൂണോളം നല്ല ജീരകവും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി ഇതിനെ ഒന്ന് നന്നായി ക്രഷ് ചെയ്തിട്ട് വരാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായി ക്രഷായി വന്നിട്ട് ഇത് പാത്രം മാറ്റാം. ഇനി പുലാവ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഗീയാണ് നമ്മൾ പാത്രത്തിലേക്ക് ഒഴിക്കുന്നത്. ഗീ ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമുക്കൊരു 2 കറുവാപ്പട്ടയുടെ പീസും 1 ബേ ലീവ്സും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നമ്മുടെ കാഷ്യൂനട്ടും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഫ്രൈ ചെയ്യാം. കാഷ്യൂനട്ടൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. കാഷ്യൂനട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിക്കാൻ നന്നായിരിക്കും. ഇതൊന്ന് കാഷ്യൂനട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉണക്ക മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. റൈസിൻസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും തീർത്തും ഓപ്ഷനിലാണ്. പക്ഷേ ഇതുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ പുലാവിന് കേട്ടോ. ഇനി ഇത് 2-3 ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് പൊടിയായി അരിഞ്ഞിട്ടുള്ള ഉള്ളിയാണ് കേട്ടോ.
ഉള്ളി നന്നായി വഴറ്റി കൊടുക്കണം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ഉപ്പിടുന്ന എൻ്റെ വീഡിയോ മിസ്സായിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റി വരട്ടെ. കളറൊക്കെ മാറി നല്ലോണം സോഫ്റ്റായി വരുമ്പോൾ നമുക്ക് ആ ചതച്ച് വെച്ചിട്ടുള്ള മസാലയുടെ കൂട്ടങ്ങോട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ആ പച്ചമണം മാറുന്ന വരെ ഒഴിച്ചു കൊടുക്കാം. എണ്ണ പോരാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഓയിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഇതാ നന്നായി ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂണോളം നല്ല മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എരിവ് ഇത്ര വേണ്ട എന്നുള്ളവർക്ക് എരിവ് കുറച്ച് കുറയ്ക്കാം. ഇത് കുറച്ച് എരിവായിട്ടാണ് ഇട്ട് കൊടുത്തത്. ഓയിൽ പോരെങ്കിൽ ഓയിൽ ഇട്ട് കൊടുക്കണം. ഇനി ആ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഗട്ടയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതും എല്ലാം കൂടി ഇങ്ങനെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി വെറുതെ ഈവനിങ് സ്നാക്കായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം. ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള 1 കപ്പ് ഗ്രീൻ പീസും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചില വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒന്ന് തളിച്ച് കൊടുക്കാം. പക്ഷെ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ ഗട്ട സോഫ്റ്റ് ആയി പോകുന്ന മാതിരി നമുക്ക് ഫീൽ ചെയ്യും. ഇതിലിപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ ക്രിസ്പിനെസ് ഉണ്ട്. കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു 5 മിനിറ്റോളം താഴ്ത്തി വെച്ചു കേട്ടോ. ഇതാണ് ഞാൻ റൈസൊക്കെ ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൽ മസാലയൊക്കെ ഇട്ട് വേവിച്ചാണ്. അതുകൊണ്ട് നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള റൈസാണ് ഇത്. പട്ട, ഗ്രാമ്പു, ഏലക്കായ ഒക്കെ ഇട്ടിട്ട് വേവിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ പട്ടയും ഗ്രാമ്പൊക്കെ എടുത്ത് കളഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഈ ഗട്ടയുടെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് റൈസ് വേവിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ 1 കപ്പ് അരിയാണ് വേവിച്ച് ചേർത്തിയത്. അപ്പോൾ ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതിൽ ടൊമാറ്റോ പൊതുവേ ഞാൻ ചേർത്തിട്ടില്ല. പുലാവുകൾ പൊതുവേ ടൊമാറ്റോ അധികം ചേർക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ടൊമാറ്റോ ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ. അപ്പോൾ ഇതാ നന്നായി അങ്ങോട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നാരങ്ങ നീര്, ഒരു ചെറിയ നാരങ്ങയുടെ നീര് വേണമെങ്കിൽ അത് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ ഞാൻ ഓൾറെഡി തന്നെ ആ ചോറിലൊക്കെ ഇട്ടിരുന്നു. അതുകൊണ്ടാണ് എക്സ്ട്രാ ഉപ്പൊന്നും അധികം ഇടാത്തത്. ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് അതും കൂടി ചേർത്ത് നമുക്ക് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് ബട്ടറാണ് ഞാൻ എല്ലാ സ്ഥലത്തും ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ബട്ടർ അവിടെയും ഇവിടെ ആയിട്ട്. ബട്ടർ വേണമെന്നില്ലാത്തവർക്ക് വേണമെങ്കിൽ ഗീ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇത് നന്നായി ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വയ്ക്കാം. ലോ ഫ്ലെയിമിൽ വയ്ക്കാം. കുറച്ച് നിറയെ മല്ലിയിലയും കൂടി ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് അടച്ച് ഇരിക്കട്ടെ. അതിലേക്ക് ആ മസാലയൊക്കെ നന്നായി ഇറങ്ങട്ടെ എല്ലാറ്റിലേക്കും. അപ്പം ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ഗട്ടേ കി പുലാവ് സൂപ്പറായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇളക്കുമ്പോൾ നല്ല ഫ്ലേവറും ഒക്കെ വരുന്നുണ്ട് ഈ ഗട്ടയുടെ. എന്നാൽ നമ്മൾ വെള്ളമൊന്നും അധികം ചേർക്കാത്തത് കൊണ്ട് തന്നെ ആ ഗട്ടയുടെ പീസസ് നല്ല ക്രിസ്പി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ട് കേട്ടോ. ഇപ്പം ഇതാ റെഡി ടു സെർവ് ആണ്. ഇത് ഞാൻ ഇന്ന് കുക്കുംബർ റായ്ത്തയുടെ കൂടെയാണ് കേട്ടോ സെർവ് ചെയ്തത്. അപ്പം നിങ്ങൾക്കും ഇന്നത്തെ ഇത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഗട്ടേ കി പുലാവ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടോ, നല്ല സൂപ്പറായിട്ടുണ്ട്. ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് റൈസ് ഐറ്റംസിൻ്റെ റെസിപ്പീസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പോസ്റ്റ് ചെയ്ത റെസിപ്പീസൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കും. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ വെറൈറ്റി റൈസസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.